നമസ്കാരം. ഇന്ന് നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ 1 തൊട്ട് 4, 4 തൊട്ട് 8 വരെയുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഓരോ അധ്യായങ്ങളിലും നമ്മൾ 4 ശ്ലോകം വെച്ചിട്ട് അതിനെപ്പറ്റി നമ്മൾ വിവരിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ 8 ശ്ലോകം വരെ നമ്മൾ ചൊല്ലിയിരുന്നു. ഇന്ന് നമ്മൾ 9ാമത്തെ ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. എന്നും പറയുന്നത് പോലെ തന്നെ ദ്വാദശാക്ഷര മന്ത്രം ഭഗവാനെ ഒന്നും പ്രസാദിപ്പിക്കാതെ നമുക്കൊന്നും തരില്ല. ഭഗവാൻ ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല. ഭഗവാൻ വേണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ ഗീതാപാരായണം, ഈ ഗീതാധ്യാനം, ഗീതാമൃതം സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്യണം. നിങ്ങളതിന് കമൻ്റ് ഇടണം. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് പ്രചോദനം വരിക. എന്തൊക്കെ തെറ്റുകളുണ്ടെങ്കിലും മൈനസ് ഉണ്ടെങ്കിലും പ്ലസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആ കമൻറ്റിലൂടെ പറയണം. കാരണം മൈനസ് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇനിയും ഞാൻ നേരാവാനുണ്ട്, അതായത് ഇനിയും ഞാൻ വീണ്ടും വീണ്ടും മാറ്റേണ്ട കാര്യങ്ങളുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരുടെയും കമൻറ്റും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കമൻറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളിതെല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എല്ലാവരോടും പറയണം. നിങ്ങളുടെ മക്കളോടും അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ദ്വാദശാക്ഷര മന്ത്രമായ നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മാവിനെയും മാർച്ചുകൊണ്ട് ഞാൻ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണ പരമാത്മാവ് ഇല്ലാത്ത നമ്മുടെ ലൈഫിലേ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം വന്നത്? എല്ലാ അവതാരങ്ങളിലും വെച്ചിട്ട് കൃഷ്ണനോട് എന്താണ് എല്ലാവർക്കും ഒരു ഇത്ര വലിയ എന്താണ്? കള്ളത്തരം കാണിക്കുമ്പോഴും ഭഗവാൻ കൂടെയുണ്ട്. എന്താ പറയുക, വികൃതി കാണിക്കുമ്പോഴും ഭഗവാൻ കൂടെയുണ്ട്. ധർമ്മത്തിനും കൂടെയുണ്ട്, അധർമ്മത്തിനും കൂടെയുണ്ട്. ഭഗവാനെ എൻ്റെ കൂടെ ഉണ്ടാവണേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ, അതായത് അധർമ്മം മറ്റുള്ളവരിൽ ബുദ്ധിമുട്ടാത്തി തിരക്കാത്ത തരത്തിലുള്ള അധർമ്മങ്ങളാണെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും. മറ്റുള്ളവർ ഏത് സമയവും പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഭഗവാനെ നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കാകെ മനസ്സാകെ തളർന്നു പോകില്ലേ. നമ്മൾക്ക് സങ്കടം വരും, നമ്മുടെ വിഷമം. നമ്മൾ പറയും മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അത് നമ്മുടെ മുഖത്ത് കാണും എന്ന് പറയും. പിന്നെ അത് കാണിക്കാതെ അഭിനയിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അവരുടെ വിഷമം അറിയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭഗവാന്റെ മുഖത്ത് എന്നും ഒരേ ഭാവം. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ഭഗവാൻ അറിയായിരുന്നു. കാരണം എന്താണ്, അദ്ദേഹം ഒരു എന്താ പറയാ, നമ്മളെല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഭഗവാൻ. അതുകൊണ്ടാണ് കൃഷ്ണ 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 എന്ന് നമുക്കിങ്ങനെ വിളിക്കാൻ. ആ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ഭഗവാൻ ഉണ്ട് അല്ലേ. ആ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട് എന്നുള്ളതിന് എത്രയോ തെളിവുകൾ, എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ത്രിമധുരം പോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിൽ കാണാം. എന്താ ഭഗവാന്റെ ഓരോ അനുഭവങ്ങൾ ഓരോ ഡിവോട്ടീസും പറയണ കേൾക്കുമ്പോൾ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ. എനിക്കൊക്കെ അനുഭവം എത്രയോ വന്നിട്ടുണ്ട്. ഗുരുവായൂർ 3 തവണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭജന ഇരിക്കാനുള്ള അനുഗ്രഹം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രായത്തിനിടയിൽ ഞാൻ 3 തവണ ഭഗവാനെ ഭജനം ചെയ്യാൻ ഭഗവാനെ വിളിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പറയണം ഞാൻ ഭജനത്തിന് പോവാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. ഭഗവാൻ പറയണം വന്നോളൂ, ഇരുന്നോ, എൻ്റെ ഭജനം ചെയ്തോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. ആ 3 തവണയും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ്. അതൊക്കെ നമുക്ക് ഓരോരോ എപ്പിസോഡുകളിലായിട്ട് ഓരോരോ അനുഭവങ്ങളായി ഞാൻ നിങ്ങളോട് പറയാം. കാരണം എൻ്റെ അനുഭവത്തിലൂടെയാണല്ലോ നിങ്ങൾക്ക് എനിക്ക് വളരെ ശക്തയുക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുക. അപ്പൊ നമ്മൾ 10ാമത്തെ ശ്ലോകം, അതായത് 9ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ചൊല്ലണം. ഇതെല്ലാം ദുര്യോധനൻ ആരോട് പറയുന്നതാണ്? ദ്രോണാചാര്യരോട് പറയുന്നതാണ്. അപ്പൊ 9ാമത്തെ ശ്ലോകം പറയാണ്. അന്യേച്ച ബഹവശൂരാ മഥർത്തേ ത്യക്ത ജീവിതാഃ നാനാശസ്ത്ര പ്രഹരണാഃ സർവേ യുദ്ധ വിശാരദാഃ. എന്താ പറയണേ ദുര്യോധനൻ? എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറുള്ളവരും ഉണ്ട് കേട്ടോ. ആചാര്യരെ അങ്ങ് അത് വിചാരിക്കണ്ട. കാരണം എന്നെ കരുതി എനിക്ക് വേണ്ടി എന്തിനും സ്വന്തം ജീവൻ കളയാൻ തയ്യാറായവരും നമ്മുടെ പക്ഷത്തുണ്ട് ദ്രോണാചാര്യരെ. അദ്ദേഹത്തിനോട് പറയുകയാണ്, എന്താ പറയുന്നത്, പലതരം ആയുധം പ്രയോഗിക്കാൻ കഴിവുള്ള പ്രാപ്ത
സമർത്ഥന്മാരായ ശൂരന്മാര് നമ്മുടെ പക്ഷത്തുണ്ട് ആചാര്യരെ. ഇവരെല്ലാം തന്നെ യുദ്ധത്തിൽ വളരെ തന്ത്രജ്ഞരും യുദ്ധ നിപുണരുമാണ് എന്ന് ദ്രോണാചാര്യരോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ പുലമ്പാന്നൊക്കെ പറയില്ലേ നമ്മള്, പുലമ്പിക്കൊണ്ടേയിരിക്കുക. ദ്രോണാചാര്യർ അതെല്ലാം ക്ഷമയോടെ കേൾക്കാണ്. അതിനുശേഷം അദ്ദേഹം പറയാണ്, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തുതമേതേക്ഷാം ബലം ഭീമാഭിരക്ഷിതം. അപ്പോ ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തിൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം, ദ്രോണാചാര്യർ ഒരു ഭാഗം, അതിനുപോലെ ഭീഷ്മ പിതാമഹൻ, അങ്ങനെ ഓരോരുത്തരും മഹാരഥന്മാർ അണിനിരക്കുന്ന നമ്മുടെ സൈന്യബലം, ഭീഷ്മരുടെ നേതൃത്വത്തിൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അസമർത്ഥരാണ് എന്ന് പറയണം. അസമർത്ഥമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തിൽ അസമർത്ഥമാണ് എന്ന് പറയാൻ എന്താ കാരണം? പേടി, ഉള്ളിലുള്ള ഭയം, അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹനിലുള്ള വിശ്വാസക്കുറവ്. ഇതിനെല്ലാം പുറമെ തൻ്റെ ആ അന്യായ പ്രവൃത്തി തന്നെ തിരിച്ചു കൊത്തുമോ എന്നുള്ള ഒരു ഉൾഭയം, അതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഭീമൻ നേതൃത്വം കൊടുക്കുന്ന അവരുടെ സൈന്യമാകട്ടെ യുദ്ധത്തിന് സമർത്ഥവുമാണ്. ഇതിപ്പോ പറയേണ്ട കാര്യം ദുര്യോധനൻ എന്താണ്? കാരണം എന്താണ്? ഈ ഭീമനെയും അർജുനനെയും യുധിഷ്ഠിരനെയും നകുലനെയും സഹദേവനെയും ആയുധവിദ്യ അഭ്യസിപ്പിച്ച ദ്രോണാചാര്യരും അവരുടെ പിതാമഹനായ ഭീഷ്മരും എല്ലാം ഉള്ളത് കൗരവപക്ഷത്താണ്, ദുര്യോധന പക്ഷത്താണ്. പിന്നെ എന്തിനാണ് ഈ ദുര്യോധനൻ ഇത്രയും കടന്ന് ഈ ടെൻഷൻ? നമ്മൾ പറയില്ലേ, ഒരു പരിഭ്രമം എന്തിനാണ്? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മൾ പറയില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് പോയിട്ട് ഈ ദ്രോണാചാര്യരോട് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് പറയാണ് ദ്രോണാചാര്യരോട്, ആചാര്യരെ, ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സൈന്യമുണ്ടല്ലോ അസമർത്ഥരാണ്. എന്നാൽ ഭീമന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡവ സൈന്യമാകട്ടെ അവരെല്ലാവരും യുദ്ധത്തിന് സമർത്ഥരുമാണ്. അപ്പോഴും ദ്രോണാചാര്യർ ഒരക്ഷരം അതെ എന്നോ അല്ല എന്നോ നീ പരിഭ്രമിക്കണ്ട ദുര്യോധന, ഞാനില്ലേ കൂടെ എന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ആ യുദ്ധത്തിനുള്ള സ്കോപ്പ് കൂട്ടുകയായിരുന്നു. എന്താണ്? ശംഖൂതാനുള്ള ശ്രമം, നമുക്ക് അതിനുള്ള പരിപാടികളൊക്കെ വളരെ യോദ്ധാവായി, ധീരയോദ്ധാവായി അദ്ദേഹം അവിടെ നിലകൊള്ളുന്നു. അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും പോയിട്ട് ദുര്യോധനൻ പറയുന്ന അടുത്ത ആ ശ്ലോകം നമുക്ക് ചെല്ലാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മേവാഭിരക്ഷന്തോ ഭവന്തഃ സർവ ഏവ ഹി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതത് സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് എല്ലാ മാർഗങ്ങളിലും ഭീഷ്മ പിതാമഹനെ ചുറ്റും നിന്ന് രക്ഷിക്കണമെന്ന് ദുര്യോധനാദികള് എല്ലാവരോടുമായിട്ട് പറയാണ്. ഭീഷ്മ പിതാമഹന്റെ ആ ഒരു ചരിത്രമൊക്കെ ആലോചിച്ചാല് അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യുവാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭീഷ്മരെ പറ്റിയിട്ടല്ലേ. അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യു, അതായത് അദ്ദേഹത്തിന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വിചാരിക്കുമ്പോഴേ അദ്ദേഹം മരിക്കുള്ളൂ. അങ്ങനെ ഒരു വരം കിട്ടിയ ആ ഭീഷ്മ പിതാമഹനെയാണ്, അദ്ദേഹത്തെയാണ് ദുര്യോധനൻ സംശയ കണ്ണുകളോട് നോക്കിയിട്ട് അദ്ദേഹം പറയാണ് ദ്രോണാചാര്യരുടെ, ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സൈന്യം അസമർത്ഥനാണ്, എന്നാൽ ഭീമന്റെ നേതൃത്വത്തിലുള്ള ആ പാണ്ഡവ സൈന്യമാകട്ടെ യോദ്ധാക്കളാണ് എന്ന് പറയുമ്പോ ആ ഭീഷ്മ പിതാമഹനിലുള്ള വിശ്വാസം എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ദുര്യോധനൻ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയുമോ? എന്താണ്? എല്ലാവരും നിങ്ങളുടെ അതത് സ്ഥാനങ്ങൾ, കൗരവരുടെ പക്ഷത്തുള്ള ഓരോരുത്തരോട് പറയണം, നിങ്ങൾ എല്ലാവരും അതത് സ്ഥാനത്ത് ഉറപ്പിച്ചിട്ട് എല്ലാ മാർഗങ്ങളിൽ നിന്ന് ഭീഷ്മ പിതാമഹനെ ചുറ്റും നിന്ന് രക്ഷിക്കണമെന്ന്. ഇത് കേട്ട അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു എന്തായിരിക്കും, പക്ഷേ അവർ രണ്ടുപേരും, ഭീഷ്മരും ദ്രോണാചാര്യരും, ഒരു ഭാവഭേദവും ഇല്ലാതെ ഒരു രാജാവ് തൻ്റെ ജനങ്ങളോട് പറയുന്ന ആ ഒരു ഭാവത്തിലാണ് അവർ നിന്നത്. രാജാവാണ് ദുര്യോധനൻ, രാഷ്ട്രതന്ത്രജ്ഞനാണ്, നയതന്ത്രജ്ഞനാണ്, രാജാവ് ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. ആ ഒരു വിധേയ ഭാവത്തിലാണ് അവര് നിന്നിരുന്നത്. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ദുര്യോധനന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ പുറത്തു കാണിക്കാൻ പറ്റുമോ? പുറത്തു കാണിക്കാൻ പറ്റില്ല. ഉള്ളിൽ എന്ത് പേടിയുണ്ടെങ്കിലും താൻ രാജാവാണെന്നുള്ളൊരു അഹങ്കാരം ഇവിടെ ഉണ്ട്. ഇതെല്ലാം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്? സഞ്ജയന്റെ ഉൾക്കണ്ണുകൊണ്ട്
കമന്ററി പോലെ ധൃതരാഷ്ട്രർക്ക് രാജ്യസഭയിൽ വെച്ചിട്ട്, കൗരവ സഭയിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതെല്ലാമാണ് യുദ്ധത്തിൽ എന്താണിപ്പോൾ അവിടെ നടക്കുന്നത് എന്നാണ് തുടക്കത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിച്ചത്. അർജുന വിഷാദ യോഗത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിലെ തന്നെ പറയാണ്, എന്താണ് സഞ്ജയ കുരുക്ഷേത്രമാകുന്ന ധർമ്മക്ഷേത്രത്തിൽ നടക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കുരുക്ഷേത്രത്തെ ധർമ്മക്ഷേത്രം എന്ന് പറയാൻ കാരണം. അവിടെ മഹാനുഭാവന്മാരായ എല്ലാവരും തപസ്സുകളും അവിടെ തപസ് ചെയ്ത സ്ഥലമായിരുന്നു. ആ തപസ് ചെയ്ത അത്രയും പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലത്താണ് തിന്മയും നന്മയും ചേർന്നുള്ള എന്താണ് കൗരവ പാണ്ഡവ പക്ഷത്ത് ചേർന്ന കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്. ഇതെല്ലാം ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? സഞ്ജയൻ തന്റെ ഉൾക്കണ്ണുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. സഞ്ജയൻ എങ്ങനെയാണ് ഉൾക്കണ്ണ് കിട്ടിയത്? വേദവ്യാസ ഋഷിയുടെ ഉത്തമ ശിഷ്യനായ സഞ്ജയൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് തന്റെ ഉൾക്കാഴ്ച. അതിൽ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് എല്ലാം അപ്പോ ഭീഷ്മ പിതാമഹന്റെ ആ ഒരു പാടവത്തിൽ കൂടി സംശയം വന്ന ദുര്യോധനൻ അവരോട് പറയുകയാണ്, നിങ്ങൾ സമർത്ഥരായ എല്ലാവരും നിങ്ങൾ കൗരവപക്ഷത്ത് അതത് സ്ഥാനങ്ങളിൽ നിന്ന് ഭീഷ്മ പിതാമഹനെ ചുറ്റും നിന്നും രക്ഷിക്കണം കേട്ടോ എന്ന് പറയാണ്. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനാദ്യോച്ചൈഃ ശംഖം ദത്മൗ പ്രതാപവാൻ. കേട്ട് മടുത്ത ക്ഷമയ്ക്കൊരു അതിരെന്ന് പറയില്ലേ നമ്മള്. അദ്ദേഹം എല്ലാം കേട്ട് അവസാനം ഭീഷ്മ പിതാമഹനെ വരെ ആ ഒരു ധൈര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പാടവത്തിലും കൂടി സംശയം ജനിച്ച ദുര്യോധനന്റെ അവസാനമായപ്പോ ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കാൻ മനസ്സിലായി. ദുര്യോധനന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയി എന്ന് ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും എല്ലാം മനസ്സിലായപ്പോൾ ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതാപശാലിയായ ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? സിംഹനാദം മുഴക്കി. സിംഹനാദം മുഴക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ശംഖെടുത്ത് ഊതുക, അതാണ് ഉദ്ദേശം. ഉച്ചത്തിൽ അദ്ദേഹം തന്റെ ശംഖിന്റെ നാദം നമുക്കറിയാലേ, ഓങ്കാരം. ആ ഓങ്കാരനാദം കേട്ടാലെങ്കിലും ഇവനൊന്നും മിണ്ടാതിരിക്കലോ എന്നുള്ള ഒരു ഇതിനെ, അല്ലെങ്കിൽ ഇവനൊരു ആത്മവിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? തന്റെ അതായത് യുദ്ധത്തിന് ആദ്യം ശംഖനാദം മുഴക്കിയത് കൗരവ പക്ഷത്തു നിന്നാണ്. അതും കൂടി ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സഞ്ജയൻ പറഞ്ഞു കൊടുക്കാണ്, പ്രഭോ അങ്ങയുടെ മക്കളായ കൗരവരുടെ പക്ഷത്ത് നിന്നാണ് ആദ്യമായിട്ട് ശംഖനാദം മുഴങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും ഈ ശംഖനാദം ആദ്യം ഭീഷ്മ പിതാമഹൻ മുഴക്കാൻ കാരണം എന്താ? ദുര്യോധനന്റെ ആ ഒരു ചഞ്ചല മനസ്സ് അല്ലെ, ആ പേടിപ്പെടുത്തുന്ന ആ ധൈര്യമില്ലായ്മ കണ്ട് അവസാനമായപ്പോ ദുര്യോധനനൊന്ന് സന്തോഷമായിക്കോട്ടെ, ദുര്യോധനന്റെ ആ പേടി ഒന്ന് കുറയ്ക്കാം എന്ന് വെച്ച് ഭീഷ്മ പിതാമഹൻ തന്നെ തന്റെ ശംഖെടുത്ത് ആദ്യമായി ആ യുദ്ധക്കളത്തില് ഊതി എന്ന് ആര് പറഞ്ഞു കൊടുക്കണു? സഞ്ജയൻ പറയണ, പ്രഭോ അങ്ങയുടെ കൗരവപക്ഷത്ത് നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഭീഷ്മ പിതാമഹനാണ് ഈ ശംഖ് ഊതി ആദ്യമായിട്ട് ശംഖിന്റെ നാദം കേൾപ്പിച്ചത് കൗരവപക്ഷത്ത് നിന്നാണ് എന്ന് പറയും. തഥശംഖാശ്ച പണവാനാകഗോമുഖാഃ സഹസൈവ്യാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അദ്ദേഹം ആ ശംഖ് ഊതി. തുടക്കത്തിൽ ആര് ഊതും എന്നുള്ള ഒരു ശങ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കം കിട്ടിയെന്ന് കണ്ടതോട് കൂടിയിട്ട് പിന്നീട് ശംഖുകളും ഭേരികളും പണവം ആനകം ഗോമുഖം എന്നീ വാദ്യങ്ങളും. പിന്നെ നമുക്കറിയാലോ പണ്ടത്തെ യുദ്ധങ്ങളൊക്കെ നമുക്കറിയാം എന്താണ് ആന തേര് കാലാൾപ്പട അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരിൽ നിന്നുള്ള ആ ഗോമുഖം എന്ന ഉടനെ എങ്ങനെ പരമ്പര മുഴങ്ങാന്നൊക്കെ പറയില്ലേ, അതായത് യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടാൻ തുടങ്ങി. അതുവരെ എല്ലാവരും സജ്ജീകരിച്ച് രണ്ടും ഭാഗത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന സന്ദർഭത്തിൽ ഉണ്ടായതാണ്. ഈ ഒരു ഭീഷ്മ പിതാമഹന്റെ ആ ശംഖധ്വനി കേട്ടതോടുകൂടി പിന്നീട് എല്ലാവരും ഒന്ന് ഉണർന്നു. ഇനി നമുക്ക് എല്ലാവർക്കും നമ്മളെ നയിക്കാനായിട്ട് ദ്രോണാചാര്യരും ഭീഷ്മ പിതാമഹരും മറ്റുള്ളവരെല്ലാവരും ഉണ്ട്, കർണൻ, അശ്വത്ഥമാവ് തുടങ്ങിയ പോരാളികൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോരോ വാദ്യങ്ങളായിട്ട് മുഴക്കാൻ തുടങ്ങി. അതിന്റെ ആ പേരുകളാണ് ശംഖുകളും ഭേരികളും പണവം ആനകം ഗോമുഖം എന്നീ വാദ്യങ്ങളും ഉടൻ മുഴങ്ങി. ആ ശബ്ദം എല്ലാ ദിക്കിലും മുഴങ്ങി കേട്ടു.
ആ യുദ്ധത്തിനുള്ള കോപ്പ്. അപ്പോൾ ദേവലോകത്തുള്ള ദേവന്മാര്, അസുരലോകത്തുള്ള അസുരന്മാര്, മനുഷ്യര് എല്ലാവരും പേടിച്ച് വിറച്ചൊരു സന്ദർഭമാണ്. കാരണം നമ്മളിപ്പോ പറയും രാജ്യത്ത് ആണവായുദ്ധങ്ങൾ നടക്കുമ്പോൾ റഷ്യ യുദ്ധം, ആ യുദ്ധം, ഈ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് പേടിയാണ്. ഒരു ലോകമഹായുദ്ധം കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമുഖം, ഈ ഭൂമി തന്നെ നശിച്ചു പോകത്തരത്തിലുള്ള ആണവ ഊർജങ്ങളുണ്ട് എല്ലാ രാജ്യക്കാർക്കും എന്ന് നമുക്കറിയാം. അന്നത്തെ കാലത്ത് അന്ന് ഈ കൗരവ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു, ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കൗരവ പാണ്ഡവ പക്ഷത്ത് നടന്ന ഈ കുരുക്ഷേത്ര യുദ്ധം. 18 ദിവസം നീണ്ടു നിന്ന ആ കുരുക്ഷേത്ര യുദ്ധത്തിലെ ആദ്യത്തെ അർജുന വിഷാദ യോഗത്തിലെ ഇത്രയും ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ ശ്ലോകങ്ങളിലെല്ലാം ഇത് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞതുപോലെ ഒരു 4 വരിക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്നാൽ കഴിയാത്തത്ര അർത്ഥവ്യാപ്തിയുണ്ട്. ഒരു വരിക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം അതിന്റെ വ്യാഖ്യാനിച്ചു കൊണ്ടേയിരിക്കാം. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വലിയ കടുകട്ടിയുള്ള വാക്കുകളും വളരെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് ബോറടിക്കും. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം, ഗീത നമുക്ക് പഠിക്കണം, നമ്മുടെ നിത്യജീവിതത്തിൽ ഗീത നമുക്ക് പ്രാക്ടീസ് ആവണം എന്നുള്ള ഉദ്ദേശത്തിലല്ലേ നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നും ഞാനൊരു കഥ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പനെ, കൃഷ്ണനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഭഗവാൻ എല്ലാത്തിനും നിൽക്കുന്നു. അപ്പോ ആ ഗുരുവായൂർ അമ്പലത്തിന്റെ പണ്ട് കണ്ട കഥയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഗുരുവായൂർ അമ്പലം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അന്നത്തെ കാലത്ത്, പണ്ട് എൻ്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് നമുക്ക് അരി കൊണ്ടുപോയാൽ അവിടെ നമുക്ക് പായസം വെക്കാനുള്ള സംവിധാനം വരെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത്ര ഗുരുവായൂർ അമ്പലത്തില്. അപ്പൊ ആ സമയത്ത് ഒരു കുട്ടി വിശന്ന്, അവൻ വളരെ നല്ല സത്യസന്ധനായ കുട്ടിയാണ്. പക്ഷെ അവനൊരിക്കൽ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് അവൻ ഒരു കടയിൽ നിന്ന് ഒരു പഴം മോഷ്ടിച്ച് ഭക്ഷണം കഴിച്ചു. പക്ഷെ ഇവൻ വളരെ ഗുരുവായൂരപ്പ ഭക്തനാണ് ഈ ഉണ്ണിക്ക് എന്താ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും ഭഗവാൻ ഒരു ഭാഗം കൊടുക്കും. ഒരു കുന്നിക്കുരു കിട്ടുകയാണെങ്കിൽ 3-4 കുന്നിക്കുരു ആണെങ്കിൽ 2 കുന്നിക്കുരു ഭഗവാന്, 2 കുന്നിക്കുരു അവന്. എന്ത് കിട്ടിയാലും അവൻ ഭഗവാന് കൊടുക്കും. അപ്പോ ഈ പഴം മോഷ്ടിച്ചത് ഈ കടയുടമ കണ്ടു. അദ്ദേഹം വളരെ നല്ലവനായിരുന്നു അദ്ദേഹം. പക്ഷെ ഈ കുട്ടിക്ക് ഈ മോഷണം ഒരു നല്ല ശീലമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അവന്റെ പിന്നാലെ ചെന്നു. ഈ കുട്ടി എന്ത് ചെയ്തു? ഗുരുവായൂരപ്പന് ഒരു പകുതി പഴം എടുത്ത് ഭണ്ഡാരത്തിലിട്ടു. ഭഗവാനെ, എനിക്ക് ഇന്ന് ഇതാ കിട്ടിയിരിക്കണത്, എനിക്ക് വിശപ്പ് സഹിക്കാണ്ട് ഞാൻ ചെയ്തതാണ്, ഇത് ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ബാക്കി പകുതി പഴം ആ ഉണ്ണി സേവിച്ചു. ഇയാള് അമ്പലത്തിന്റെ അവിടെ വന്ന് ഈ ഉണ്ണിയെ പിടിച്ചു. വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. അധികം അത്ര ക്രൂരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പറയുന്നത്, നീ ചെയ്തത് ശരിയാണോ? ഈ മോഷണം നല്ല കലയാണോ? നിനക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നില്ലേ? അപ്പൊ അവന്റെ തെറ്റു പറഞ്ഞു. ശരിയാണ്, എനിക്ക് വിശപ്പ് സഹിക്കാതെയാണ് ഞാൻ ചെയ്തത്, അങ്ങ് തന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പാവം തോന്നി. എന്നാലും പിന്നെ ശിക്ഷ കൊടുത്താലല്ലേ കുട്ടി വീണ്ടും അത് ചെയ്യാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റും ഒരു 3 തവണ പ്രദക്ഷിണമായിട്ട് ആ ഒരു ശിക്ഷ നീ ഓട് എന്ന് പറഞ്ഞു. കുട്ടി ശരി, ഞാൻ ഓടിക്കോളാം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ കാണുന്നത് ഈ കുട്ടിയുടെ പിന്നാലെ വേറൊരു കുട്ടിയും കൂടി ഓടുന്നതാണ് കാണുന്നത്. ഈ കുട്ടി ഓടുന്നതിന്റെ പിന്നാലെ വേറൊരു ഉണ്ണിയും കൂടി ഓടുകയാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കി നിന്ന് ആരാ ഈ കൂടെ ഓടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവസാനം 3ാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞപ്പോ ഈ പിന്നാലെ ഓടിയ ഉണ്ണിയെ കാണാനില്ല. അപ്പോ അന്നത്തെ രാത്രി ഇയാൾക്ക് സ്വപ്ന ദർശനം വന്നു. ഞാനും ആ പഴത്തിന്റെ ഒരു പങ്ക് കഴിച്ചതാണ്, അതുകൊണ്ടാണ് ഞാനും ആ ശിക്ഷയ്ക്ക് അർഹനാണ്, ആ കൂടെ ഓടിയത് ഞാൻ തന്നെയാണ്, ഞാനും ആ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അയ്യോ, ആ കുട്ടിയുടെ ഭാഗ്യം പോലും, ആ ചെറിയ കുട്ടിക്ക് ഉണ്ടായ ആ ഭാഗ്യം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ ഭഗവാനെ. അപ്പൊ ഭഗവാനെ എന്തുകൊണ്ടാണ് കള്ളക്കണ്ണ എന്ന് വിളിക്കുന്നതാണ് ഈ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇന്നത്തെ ഈ കഥയോട് കൂടിയിട്ട്, ഭഗവാന്റെ ഈ നാമത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.